മോഡൽ എക്സാം ഈസി ആണെങ്കിൽ ബോർഡ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു ധാരണ പൊതുവെ കുട്ടികൾക്ക് ഉണ്ട്. യെസ്. അതേപോലെ തന്നെ ഇത്തവണത്തെ മോഡൽ എക്സാമിനെ വിലയിരുത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കും ബോർഡ് എക്സാം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. +1 +2 വിദ്യാർത്ഥികൾ എല്ലാവരും മോഡൽ എക്സാം എഴുതിയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. യെസ്. അപ്പൊ നിങ്ങളുടെ ഇടയിൽ 2 വിഭാഗത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അതായത് ചിലർ വിചാരിക്കും മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് നമ്മുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആവും എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. നമുക്ക് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട്. യെസ്, അതെ. ഇനി അതേപോലെ തന്നെ വേറൊരു വിഭാഗം കുട്ടികൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ മോഡൽ എക്സാം ഈസി ആയിരുന്നു, ഇനി എന്താണ് ബോർഡ് എക്സാമും അതേപോലെ തന്നെ വളരെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. അതായത് +1 +2 ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഫിസിക്സിന്റെ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ +1 ഫിസിക്സ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ അബവ് ആവറേജ് ഉള്ള കുട്ടികൾക്ക് എഴുതാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ +2 ഫിസിക്സ് ഒന്നുകൂടി ഭയങ്കര എളുപ്പമായിരുന്നു, കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് +1 +2 ഭയങ്കര ടഫ് ആയിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അല്ല വന്നിരിക്കുന്നത്. പക്ഷെ +1 കുറച്ചും കൂടി ഒന്ന് ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ മാറ്റമുണ്ട്, പുതിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോട്ടണിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ +1 കുറച്ചും കൂടി അതായത് ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചു, എന്നാൽ ഒന്നും NCERT പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ചോദിക്കാത്ത ചില പുതിയ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് മാത്രം. ഇപ്പൊ സുവോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ +1 സുവോളജിയിൽ കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQs വന്നിട്ടുണ്ട്. പക്ഷെ +2 ഈസിയാണ് ക്വസ്റ്റ്യൻസ്, പക്ഷെ കുറെ പുതിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ +2 മാത്സ് വളരെ എളുപ്പവും +1 മാത്സ് നമ്മൾ നേരത്തെ ഫിസിക്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കുറെ പുതിയ ചോദ്യങ്ങൾ നമുക്ക് +1 മാത്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. +1 കെമിസ്ട്രി ഈസി ആയിരുന്നു, +2 കെമിസ്ട്രിയിൽ ഇതുപോലെ കുറെ പുതിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും നമുക്ക് പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തലത്തിൽ തന്നെയാണ്. എബവ് ആവറേജ് ഉള്ള കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ എന്തായാലും പറ്റും. ഓക്കെ, അപ്പം ഒരിക്കലും നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ +2 മാത്സ് പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തവണ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് എഴുതാനും നല്ല മാർക്ക് വാങ്ങാനും പറ്റുമെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ മോഡൽ എക്സാമിന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുക എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അറിയാത്ത പുറമേ നിന്നുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാം ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തായതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എല്ലാ സമയത്തും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു 4 വർഷം ചോദിച്ചാൽ 5ാമത്തെ വർഷവും അത് ചോദിച്ചിട്ട് അതേ ചോദ്യം അതേ പാറ്റേണിൽ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാണ് ഒരു പരീക്ഷ അല്ലേ? പരീക്ഷയുടെ ആവശ്യമില്ല. നമ്മൾ അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് നമ്മൾ അത് ടഫ് ആണെന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും അത് ടഫ് എന്ന് പറയരുത്, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റിയുള്ള ഓരോ സബ്ജക്റ്റുകളുടെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ എത്ര സമയം പഠിക്കണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ എന്തായാലും കിട്ടും. ഇത്തവണ +2 ഒരു ചെറിയ ബെനിഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മിസ്സേ. കാരണം +2 അവരുടെ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെയാണ് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ ഒരുമിച്ച് എഴുതുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ അല്ലെ എന്തായാലും +2 കിട്ടേണ്ടതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പർ വന്നിട്ടില്ല അല്ലെ. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യ പേപ്പർ തന്നെ ഇതുവരെ വന്നിട്ടുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മോഡൽ എക്സാം ഈസിയാണ് അപ്പൊ ബോർഡ് എക്സാം ഭയങ്കര ടഫ് ആവും, അല്ലെങ്കിൽ മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് അതേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ തന്നെ ബോർഡ് എക്സാം വരുള്ളൂ, ഭയങ്കര ഈസി ആയിരിക്കും. ഈ 2 ചിന്താഗതിയും നിങ്ങൾ മാറ്റി വെക്കുക. അതെ, കാരണം പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ PYQ മാത്രം നോക്കി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ടഫ് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നിയേക്കാം. അതെ, അപ്പൊ PYQ മാത്രം നോക്കാതെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പൊ ഏതൊരു ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് കൂടി നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കണം. ഇപ്പൊ PYQ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആവും കാണാം, പക്ഷെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല +2 ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ അടുത്ത് ഫേസ് ചെയ്തു അല്ലെ. ഓണ പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ മോഡിൽ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബോർഡ് എക്സാം അതുപോലെ ആവട്ടെ
എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് predict ചെയ്യാൻ എന്തായാലും പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാക്കും. ഈ 4 സെറ്റില് ലോട്ട് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അവർ ചൂസ് ചെയ്യുക. അതിൽ ചിലപ്പം കുറച്ച് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഈ മോഡൽ എക്സാമിനെ വിലയിരുത്തിയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ ഇല്ല. ഇനി എങ്ങനെയായാലും ഈ 4 സെറ്റിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ആശ്വാസം കിട്ടും. അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിക്കുന്നുണ്ടെന്നുള്ളത് മാത്രം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനായിട്ടുള്ളത്. പ്ലസ് വണ്ണുകാർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ പ്ലസ് ടുക്കാർക്ക് കിട്ടാൻ പോകുന്ന കൺസിഡറേഷൻ പ്ലസ് വണ്ണുകാർക്ക് കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതിൽ തന്നെ ഇപ്പൊ ബോട്ടണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇതെല്ലാം പ്ലസ് വണ്ണിലാണ് കുറച്ചും കൂടി കട്ടിയുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലെവൽ എക്സാം തന്നെ ആയിരിക്കും. ആ ഒരു ബോധം കൂടി നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിന്റെ പുറമെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി എക്സാം ആണ്. ഒരുപാട് വീഡിയോസ്, കോണ്ടന്റ് വീഡിയോസും എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസ് ആണ് വേണ്ടത്, ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയുള്ള വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ തീർച്ചയായും അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. മോഡൽ എക്സാമിന് നിങ്ങളെ ഞങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തോ ഇതിന്റെ ഡബിൾ തന്നെ സപ്പോർട്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ എല്ലാവരും ഇനിയുള്ള ലൈവുകൾക്കൊക്കെ നല്ലൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. അതായത് നമ്മളെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് ഓൺ ആക്കി വെക്കുക. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ബോർഡ് എക്സാമിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സീരീസുകളാണ് വരാൻ പോകുന്നത്. സോ ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും എക്സാം ഉഷാറാക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ.